നാളെ സത്യപ്രതിജ്ഞയാണ്. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗമുണ്ട്. MLA മാരൊക്കെ തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തിരുരങ്ങാടി MLA PMS അമീറാണ് നമുക്കൊപ്പുള്ളത്. ലീഗിൻ്റെ ഒരു പ്രൊഫഷണൽ MLA എന്ന് വേണേൽ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. ലീഗിൻ്റെ ഒരു നിയുക്ത MLA ആണ്. മറ്റൊരു രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു എങ്കിൽ പോലും മേഖല ചാർട്ടേഡ് അക്കൗണ്ടൻസി മേഖലയായിരുന്നു. അവിടെ നിന്നുള്ളൊരു ഷിഫ്റ്റിലേക്ക് വരികയാണ്. ഇനി നിയമസഭ ഫുൾ രാഷ്ട്രീയം ആ തിരക്കിലേക്കൊക്കെ പോകേണ്ടി വരും. കുറച്ചും കൂടി ആ രീതിയിലുള്ള രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് നിയമനിർമ്മാണ സഭയിലെ നമ്മുടെ പ്രാതിനിധ്യവും അതിൻ്റെ ജോലികളും, അതുപോലെ തന്നെ മണ്ഡലത്തിലെ വികസനമടക്കമുള്ള ജനങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു മാറ്റം കഴിഞ്ഞ പ്രൊഫഷനിൽ നിന്നും ഒരു മാറ്റം തന്നെയാണിത്. ഈ തിരൂരങ്ങാടി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ഉള്ളിടത്ത് MLA ആയിരിക്കുക എന്ന് പറയുന്നത് ആ MLAക്ക് ഭയങ്കര വെല്ലുവിളിയായിരിക്കും എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. തിരൂരങ്ങാടി എന്ന് പറഞ്ഞാൽ അടിമുടി പാർട്ടിയാണ്. മുക്കിലും കോണിലും വരെ ലീഗുണ്ട്. അപ്പം നല്ല പണിയുണ്ടാവും. പ്രത്യേകിച്ച് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA കൂടിയാണ്. അത് ശരിയാണ്. പക്ഷേ അതിൽ ഞാൻ കാണുന്നത് അവിടെ ഇപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻസി എന്നുള്ള നിലക്ക് പാർട്ടിയുടെ സംഘടനാ സംവിധാനവും അതുപോലെ തന്നെയാണ്. മണ്ഡലം തല കമ്മിറ്റികളുണ്ട്. അത് തുടങ്ങി യൂണിറ്റ് കമ്മിറ്റികളുണ്ട്. എല്ലായിടത്തും പാർട്ടിക്ക് കമ്മിറ്റികളും ഭാരവാഹികളും വളരെ ആക്റ്റീവായിട്ട് സംഘടനാ പ്രവർത്തനമുണ്ട്. ആ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ വികസനവും ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനത്തിന് അത് സാധ്യതയേറുന്നു എന്നുള്ളതാണ്. ഒരു നിയമസഭാ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്ന് പറയാമായിരുന്നു. സൂചനയൊക്കെ ഉണ്ടായിരുന്നു. തങ്ങളാണോ ആദ്യം വിളിച്ച് പറയുന്നത്? അവിടെ നിന്നാണ് വിളിച്ചത്. പ്രഖ്യാപിക്കുന്നതിൻ്റെ അല്പസമയം മുമ്പേ വിളിച്ചു പറഞ്ഞതാ. എനിക്ക് തോന്നുന്നു നാട് കൊണ്ടോട്ടിയാണെന്ന് തോന്നുന്നു. പക്ഷേ തിരുരങ്ങാടിയിലേക്ക് അങ്ങനെ പെട്ടെന്ന് പാർട്ടി തീരുമാനിച്ചായിരിക്കും. ഞാൻ അപരിചിതനാണ് തിരുരങ്ങാടി. ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ബോർഡർ അഴിഞ്ഞിലത്താണ്, ഫറൂഖ് കോളേജിനടുത്ത് അഴിഞ്ഞിലത്ത്. അതുകൊണ്ട് തിരുരങ്ങാടി മണ്ഡലത്തിലേക്കുള്ള ദൂരം കുറവാണ്. കുറച്ച് പേരൊക്കെ പരിചയമുള്ളൂ. തികഞ്ഞ അപരിചിതം ആ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, റൈസ് പറഞ്ഞതുപോലെ തന്നെ, അവിടെ എല്ലാവരും ഈ പാർട്ടി സംവിധാനം അത്രമേൽ ശക്തമായൊരു മണ്ഡലത്തിൽ പിന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പമായിരുന്നു, വളരെ എളുപ്പമായിരുന്നു. നിങ്ങളെല്ലാം ഒന്ന് ഓടട്ടെ എന്ന് താങ്കൾ വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊണ്ടോട്ടിക്കാരനായ TV ഇബ്രാഹിമിനെ കൊണ്ട് വള്ളിക്കുന്നിടുന്നു. എനിക്കൊന്ന് നിലമ്പൂർ TP അഷ്റഫ് അലിയാണെങ്കിൽ ബോർഡറിലാണ്. അഷ്റഫ് അലിയെ കൊണ്ടുവന്ന് കൊണ്ടോട്ടി ഇടുന്നു. കൊണ്ടോട്ടിക്കാരനായ സമീറിനെ കൊണ്ട് തിരുരങ്ങാടി ഇടുന്നു. ഓടാനോ? നമുക്ക് ഓടാലോ. കാരണം ഈ സമയത്ത് തങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അത് ആ ചെയ്യുന്നതിലെ ഒരു പെർഫോമൻസും ആണല്ലോ നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം. ആദ്യത്തെ പാർലമെൻ്ററി MLA മാരുടെ യോഗമായിരിക്കും. ലീഗിൻ്റെ മന്ത്രിമാരൊക്കെ ഇന്ന് അറിയാൻ പറ്റുമായിരിക്കും. ഇന്ന് തീരുമാനിക്കുന്ന കേട്ടെ, ഇന്ന് ഫൈനൽ. അതാണ് ഇന്ന് തീരുമാനിക്കുന്നതാണ് കേട്ടത്. അതായത് ആ മന്ത്രി പദവിയിലേക്കൊന്നും കേൾക്കുന്നില്ല. ഉണ്ടെങ്കിൽ MLA ആകാൻ ആദ്യം ചില സൂചന കിട്ടിയ പോലെ കിട്ടിയേനെ. അതൊന്നും ഇല്ലയെന്നാണ് PMS അദ്ദേഹത്തിൻ്റെ മറ്റ് ഏതാണ്ട് പാർട്ടിയുടെ മന്ത്രിമാരെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്കും പാർലമെൻ്ററി പാർട്ടി യോഗത്തിനുമൊക്കെ ഇടയിൽ വന്നതാണ്. ആ സമയത്ത് നമ്മൾ കണ്ടപ്പോൾ രണ്ട് വാക്ക് എങ്ങനെയാണ് MLA സ്ഥാനത്തേക്ക് വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ അഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.